ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് എൻ്റെ പുയ്യാപ്പിളയുടെ വക ഒരു കുക്കർ മല്ലകൂത്താണ് കേട്ടോ. അപ്പം നമുക്ക് കുക്കർ മല്ലകൂത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. പുയ്യാപ്പിള സ്പെഷ്യൽ ചിക്കൻ മല്ലകൂത്ത്. അപ്പം നമ്മളിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുക്കറിൽ എണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ സവാള അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന അന്ന് മുതൽ എനിക്ക് മല്ലകൂത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞല്ലാതെ ഇപ്പോഴാണ് കേട്ടോ 2 മാസമായി. ഇനി അടുത്തതായിട്ട് ക്യാപ്സിക്കാട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. ഇന്ന് നമ്മളല്ലേ കുക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാല ആണ്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അറബിക് മസാല കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് അറബിക് മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് അറബിക് മസാലയും ആഡ് ചെയ്തിട്ടോ. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മാഗി ക്യൂബ് ഇട്ടോ. അപ്പൊ നമുക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളി അരച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വേവിക്കാതെ തക്കാളി അരച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഐറ്റംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വലിയ പീസായിട്ടും ചെറിയ കഷ്ണങ്ങളായിട്ടും ഇടാം. എനിക്ക് വലിയ പീസ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ നമ്മളെ മസാലയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അരിക്കനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാന്. അപ്പൊ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുതിർത്തി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ കേട്ടോ, അതടിച്ച് കഴിഞ്ഞ് നമുക്കിത് ഓഫാക്കാം. അപ്പൊ കുറച്ച് സമയമായിട്ടോ നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. നമ്മുടെ മല്ലകൂത്ത് എന്തായി നമുക്ക് നോക്കണ്ടേ. അതാ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചൂടോടുകൂടി നമുക്കിതൊന്ന് കഴിക്കും വേണ്ടേ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മല്ലകൂത്ത് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ പുതിയാപ്പിള സ്പെഷ്യൽ മല്ലകൂത്ത് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം കേട്ടോ. അപ്പൊ സംഭവം കൊള്ളാട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ഈ മല്ലകൂത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.